ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവേണ്ട ഒരു വിഷയം എന്തുകൊണ്ടോ ചർച്ചയാവുന്നില്ല. കേരള സർക്കാർ നടത്തിയിട്ടുള്ള ഒരു സംഘടിത അഴിമതി. ഏറ്റവും ഒടുവിൽ ക്ലാസിഫിക്കേഷൻ നോക്കാതെ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത കാര്യത്തിൽ കേരളം കണ്ട വൻ അഴിമതികളൊന്നും നടന്നിരിക്കുകയാണ്. അഴിമതി ഇല്ലെന്ന് ഊറ്റം കൊള്ളുന്ന സർക്കാർ സംഘടിത രീതിയിൽ അഴിമതി നടത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബാറുകൾക്ക് 5 വർഷത്തേക്കാണ് കാലാവധി കൊടുക്കുക. അത് കഴിഞ്ഞ് ടൂറിസം വകുപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അനുസരിച്ചിട്ടാണ് ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുക്കുക. ഇപ്പോൾ 200ഓളം ബാറുകൾക്ക്, 1ഉം 2ഉം അല്ല, ടൂറിസം വകുപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ കാത്തു നിൽക്കാതെ വളരെ രഹസ്യമായിട്ട് ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ടൂറിസം വകുപ്പ് ക്ലാസിഫിക്കേഷൻ പുതുക്കി കൊടുക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. കാരണം സ്റ്റാർ ഫെസിലിറ്റി നിശ്ചയിച്ചിട്ട് ആ 3 സ്റ്റാർ ഫെസിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ബാറുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഹോട്ടലുകളുടെ സൗകര്യങ്ങൾ കുറഞ്ഞു പോയാൽ അതനുസരിച്ച് പുതുക്കി കൊടുക്കേണ്ടി വരും, പുതുക്കി പണിയേണ്ടി വരും, കുറച്ച് ചിലവൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടൂറിസം വകുപ്പിൻ്റെ ഈ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ബാർ ഹോട്ടലുകൾ ശ്രമിക്കാറുള്ളത് പലപ്പോഴും. അത് ടൂറിസം വകുപ്പ് തന്നെ പലപ്പോഴായിട്ട് പരാതി പറയാറുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ രഹസ്യമായിട്ട്, സർക്കാർ വെബ്സൈറ്റിൽ പോലും ഉണ്ടായിരുന്നില്ല, 200 ബാറുകൾക്കും ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് സംഭവിച്ച ദിവസം ഏതാണ്? ഇരട്ട അഴിമതിയാണ്. ബാറുകളുടെ സമയപരിധി നീട്ടിക്കൊടുത്ത അതേ ഉത്തരവിറക്കിയ അതേ ദിവസം തന്നെയാണ് ഈ ഉത്തരവ് നടത്തിയിരിക്കുന്നത്. കേരളത്തെ മദ്യവർജനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വന്ന അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. എത്ര ബാർ അനുവദിച്ചിരിക്കുന്നു മൊത്തം? ഇതുപോലെ ബാറുകൾ അനുവദിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ടും തിരഞ്ഞെടുപ്പിലേക്ക് നമുക്കറിയാം, സ്പ്രിംഗർ, സ്വർണ്ണക്കടത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും പുതിയ അക്ഷയപാത്രമായിട്ട് സർക്കാരും CPM-ഉം കണ്ടിരിക്കുന്നത് ബാറുകളുടെ ഈ ലൈസൻസ് നീട്ടിക്കൊടുക്കലാണ്. ഇത് കൊടിയ അഴിമതിയാണ്. തിരഞ്ഞെടുപ്പിൽ കോടികൾ മറിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വൻ അഴിമതിയാണ് ഈ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഏറ്റവും കടുത്ത വഞ്ചനയാണ് ഇത് എന്നുള്ള കാര്യം സംശയം വേണ്ട. രണ്ട് വർഷത്തോളമായിട്ട് റീക്ലാസിഫിക്കേഷൻ പരിശോധന നടത്താത്ത ഹോട്ടലുകൾ പോലും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇപ്പം മൊത്തം 848 ബാറാണ് കേരളത്തിലുള്ളത്. ഒന്നാം പിണറായി സർക്കാർ 200 അനുവദിച്ചു. രണ്ടാം പിണറായി സർക്കാർ 177 അനുവദിച്ചു. 377 ബാറുകൾ ഈ 10 കൊല്ലക്കാലം കൊണ്ട് മാത്രം അനുവദിച്ചിട്ടുണ്ട്. 377 ബാറുകൾ. എക്സൈസ് വകുപ്പിൻ്റെ പരിശോധനയിൽ ബാർ ലൈസൻസുള്ള 200ഓളം ഹോട്ടലുകളാണ് സ്റ്റാർ ക്ലാസിഫിക്കേഷൻ പുതുക്കിയില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 23ഓളം ഹോട്ടലുകൾ ക്ലാസിഫിക്കേഷൻ പരിശോധന സഹകരിച്ചതേ ഇല്ല എന്നാണ് ടൂറിസം വകുപ്പ് പറയുന്നത്. ഇവർക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന നിർദ്ദേശം ജില്ലാ മേധാവികൾക്ക് എക്സൈസ് കമ്മീഷണർ നൽകി. ഇവർ കോടതിയെ സമീപിക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു ഇവർക്ക് ലൈസൻസ് പുതുക്കി നൽകിക്കൊള്ളു. ആലോചിച്ച് നോക്കി, എക്സൈസ് കമ്മീഷണർ പുതുക്കി നൽകരുതെന്ന് നിർദ്ദേശിച്ചിട്ടും കോടതിയിൽ പോകുമെന്ന് സർക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു അവർക്ക് വേണ്ടി, ബാർ ഉടമകൾക്ക് വേണ്ടി. എന്നിട്ട് അവർക്ക് പുതുക്കി കൊടുത്തിരിക്കുക. എന്നിട്ടും ഇത്രയും കൂടി അഴിമതി നടത്തിയിട്ടും അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്ന പിണറായി വിജയൻ്റെ തൊലിക്കെട്ടി അപാരം തന്നെയാണ്, സംശയമില്ല. ഇത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തെരഞ്ഞെടുപ്പിൽ വരുന്നവരും CPM ഗവൺമെൻറ് ഏറ്റവും ഒടുവിലത്തെ അഴിമതിയാണ്
ഈ ലൈസൻസ് പുതുക്കി കൊടുത്ത, ക്ലാസിഫിക്കേഷൻ ഇല്ലാതെ ലൈസൻസ് പുതുക്കി കൊടുത്ത ഈ അഴിമതി സമയം നീട്ടിക്കൊടുത്തതും ഇതും കൂടെ ഒന്നിച്ച് നടത്തിയതിലൂടെ കോടികളാണ് മറിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കർഷക പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ. കർഷകർക്ക് നൽകുന്ന പെൻഷൻ, കൃഷിക്കാരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. മോഡി ഗവൺമെൻറ് US ഡീലുമായി ബന്ധപ്പെട്ട് കോംപ്രമൈസ് ചെയ്ത് കൃഷിക്കാരനെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരാണെങ്കിലോ കൃഷിക്കാരുടെ പെൻഷനാണ് ഒരു അഭിമാന പദ്ധതിയായിട്ട് പറഞ്ഞത് ഈ സർക്കാർ. അവരുടെ ഏറ്റവും വലിയ പദ്ധതിയാണ് കാർഷിക പെൻഷൻ. പക്ഷേ കാര്യത്തിലാണ് ധനവകുപ്പ് വെട്ടിക്കളഞ്ഞതായിട്ടുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കൃഷിക്കാരനോട് വേണോ ഈ ക്രൂരത? ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കർഷകന് ആശ്വാസം നൽകുമെന്ന് പ്രഖ്യാപിച്ച പെൻഷൻ പദ്ധതി വെട്ടിക്കളയാൻ എന്ത് ബന്ധമാണ് ധനവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്? ഏതടിസ്ഥാനത്തിലാണ് കർഷക പെൻഷൻ വെട്ടിക്കളയാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇത് പറയാനുള്ള ബാധ്യത ധനവകുപ്പിനുണ്ട്, സർക്കാരുണ്ട്. അപ്പോൾ കൃഷിക്കാരെ ദ്രോഹിക്കുന്ന നടപടികൾ ഒരു ഭാഗത്ത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ ഉള്ള ആനുകൂല്യം കൂടി വെട്ടിക്കുറക്കുക എന്നുള്ളത് ഏറ്റവും കടുത്ത കർഷക ദ്രോഹമാണ്. അടുത്തത്, നമ്മുടെ നാട്ടിലിപ്പം അതിരൂക്ഷമാണ് വിലക്കയറ്റം. ഏറ്റവും ഒടുവിൽ LPG പ്രതിസന്ധി കൂടി വന്നതോടുകൂടി ഹോട്ടലുകൾ മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. മിക്കവാറും തട്ടുകടക്കാർ പൂട്ടിപ്പോകേണ്ട അവസ്ഥയിലാണ്. ബദൽ മാർഗങ്ങളെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ് ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇത്രയും വലിയൊരു ക്രൈസിസിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളും ഉണ്ടായില്ല. ഫലത്തിലെന്താണ്? ഹോട്ടലുകൾക്ക് തുറക്കാൻ പറ്റുന്നില്ല, തട്ടുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല, ജനങ്ങളാകെ പരിഭ്രാന്തിയിലും ബുദ്ധിമുട്ടിലുമാണ്. അതുമാത്രമല്ല, വില വർദ്ധിപ്പിച്ചു സിലിണ്ടറുകളുടെ. അത് കേന്ദ്ര സർക്കാർ ചെയ്തതാണ് ആ കടുത്ത ദ്രോഹം. അതിൻ്റെ കൂടെ മുൻകരുതലെടുക്കാത്ത സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയം മൂലം ഏറ്റവും കൂടുതൽ പ്രയാസത്തിലായിരിക്കുകയാണ്. വിലക്കയറ്റം എല്ലാ മേഖലകളിലും വ്യാപകമായിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് സർക്കാർ. അതിൻ്റെ കൂടെയാണ് ഈ LPG പ്രതിസന്ധി കൂടി വന്നിരിക്കുന്നത് എന്നുള്ളത്. എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? ഇല്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല. ജനങ്ങളെ ഈ ക്രൈസിസിലേക്ക് തള്ളിവിടുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് നോക്കി നിൽക്കുന്ന നിലപാടാണ് കേരള സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലടക്കം ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷം നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയായിരുന്നു. ജനങ്ങളിലുള്ള ആവേശം, UDF പ്രവർത്തകരുടെ ആവേശം, മൊത്തത്തിലുള്ള ഐക്യബോധം ഇതെല്ലാം കൂടി ഒറ്റ വന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു UDF അനുകൂല തരംഗം നമുക്ക് ദൃശ്യമാണ്. വൻ ഭൂരിപക്ഷത്തോടെ UDF ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. അവർക്ക് ആശ്വസിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് കൂടുതൽ ഗംഭീരമായി UDF അനുകൂലമായി മാറുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ തെരഞ്ഞെടുപ്പിലുണ്ടായ ട്രെൻഡിനേക്കാൾ ഉപരിയായിട്ട് അതൊരു ഗവൺമെൻറ് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ ആയിരുന്നില്ല. ഇത് കേരളത്തിലെ ജനങ്ങളൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇലക്ഷനായിട്ടാണ് കാണുന്നത്. 10 വർഷക്കാലമായി അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും നന്നായിട്ട് അറിയാം. റിസൾട്ടായിരിക്കും. അതുകൊണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയ റിസൾട്ടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങൾക്ക് നിശ്ചയമായും ബോധ്യമുണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് കാലമായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ലേ. സ്ഥാനാർത്ഥി വന്ന സാധാരണഗതിയിലുണ്ടാകുന്ന എന്തെങ്കിലും കോലാഹലം ഇപ്രാവശ്യമുണ്ടോ? ചിലപ്പോൾ സൃഷ്ടിച്ച കോലാഹലങ്ങളല്ലാതെ വേറെ എന്താ ഉള്ളത്? ഒന്നുമില്ല. അതിന് അത്തരം കോലാഹലങ്ങളൊന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ടും ഫോം 26 അനുസരിച്ച്, ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടമനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിത്വം അപേക്ഷ നൽകുമ്പോൾ
കൊടുക്കേണ്ട അഫിഡവിറ്റിൽ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായിട്ടും കാണിക്കണമെന്നുള്ളത് ഫോം 26 സത്യവാങ്മൂലത്തിൽ പറയുന്നതാണ്. അത് ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പ് 36(2) പ്രകാരം രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങൾ ഒക്കെ മനസ്സിലാക്കാനും പരിശോധിക്കാനും ജനങ്ങൾക്കും അവകാശമുണ്ട്, വോട്ടർമാർക്കും അവകാശമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോറമംഗലയിലുള്ള ക്രമ നമ്പർ 68-2408 68-2408 എന്ന വസ്തു രാജീവ് ചന്ദ്രശേഖർ മനഃപൂർവ്വം മറച്ചുവെച്ചു. ഈ വസ്തുവിൻ്റെ നികുതിയായിട്ട് 5,02,805 രൂപ 2026 മാർച്ച് 17, അതായത് കഴിഞ്ഞ മാർച്ച് 17, ഈ മാർച്ച് 17 2026 മാർച്ച് 17 അദ്ദേഹം അടച്ചിട്ടുണ്ട്. നികുതിയായിട്ട് അദ്ദേഹം തന്നെ അടച്ചിട്ടുണ്ട്. കർണാടക സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ രേഖകളുമുണ്ട്. 2026 മാർച്ച് 17 5 ലക്ഷത്തിലധികം രൂപ നികുതി അടച്ച 5 ലക്ഷം രൂപ നികുതി അടക്കണമെങ്കിൽ ആ സ്വത്തിൻ്റെ വില എത്രയായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കർണാടകത്തിലെ വില. ആ വസ്തു അഫിഡവിറ്റിലില്ല, മറച്ചു വച്ചിരിക്കുകയാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വസ്തു വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും 26 ഇത് ഒഴിവാക്കി. ഇത് ക്ലിയർ വയലേഷനാണ്. ഇത് റൂളിൻ്റെ വയലേഷനാണ്, ക്ലിയർ റൂളിൻ്റെ വയലേഷനാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതിന് 125(a)(2) പ്രകാരം 125(a)(2) പ്രകാരം നടപടി സ്വീകരിക്കണം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പരാതി നൽകും. നിയമ നടപടികളെക്കുറിച്ചും ആലോചിക്കും. ഇതാണ് അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. കൃത്യമായിട്ട് ഒരു സംസ്ഥാന പ്രസിഡന്റ് തന്നെ അദ്ദേഹം തന്നെ കൊടുത്ത സത്യവാങ്മൂലത്തിൽ വസ്തുതകളെ മറച്ചു പിടിച്ച് സത്യവാങ്മൂലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇതിനപ്പുറം വലിയ കാര്യം ഉണ്ടാവാറുണ്ടോ? എനിക്ക് മനസ്സിലാവാത്ത ഇലക്ഷൻ കമ്മീഷൻ അത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇലക്ഷൻ കമ്മീഷൻ്റെ സീലിനകത്ത് BJP ഓഫീസിൻ്റെ സീലും കണ്ടില്ലേ? ഇലക്ഷൻ കമ്മീഷൻ്റെ ഡയറക്റ്റീവ് അതിനകത്ത് BJP കേരള ഘടകത്തിൻ്റെ സീല്. ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞത്. സീല് വരുന്നത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, പുതിയ കണ്ടുപിടുത്താണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ടാണ് സീല് വന്നത്. ഇപ്പോൾ ഇത് അനുവാദം കൊടുത്തിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് സത്യവാങ്മൂലം നമ്മൾ ആവശ്യപ്പെടുന്നത്? ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥികൾക്ക് സത്യവാങ്മൂലം നിർബന്ധമാക്കുന്നത് എന്തിനാണ്? ഉള്ളതെല്ലാം മറച്ചു പിടിക്കുകയാണോ? ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുകയാണോ? ട്രാൻസ്പെറൻസി അല്ലേ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ? ഇവിടെ ട്രാൻസ്പെറൻസി എന്തുകൊണ്ട് നൽകാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുന്നില്ല? അല്ല, അതുകൊണ്ടാണ് നിയമ നടപടിയും സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അക്കാര്യത്തെക്കുറിച്ച് പോകും, നിയമപരമായും പോകും. എവിടെ? ആ ആ ആ ആ കുറേ നാളായിട്ട് ഞങ്ങൾ ഒഴിപ്പിക്കാൻ നോക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ഒഴിപ്പിക്കാൻ ദേശീയ തലത്തിൽ. അത് നിയമപരമായിട്ട് നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, കോടതി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഓ അതാണ് ഇപ്പം ചോദ്യം അല്ലേ? അത് നല്ല കാര്യം. സുധാകരൻ്റെ നല്ല അഭിപ്രായം. സുധാകരൻ്റെ പറയാനുള്ള അവകാശം സുധാകരനുണ്ട്. അക്കാര്യത്തേക്കൊന്നും ഡിസ്ട്രാക്ട് ചെയ്യേണ്ട 2 പ്രധാന വിഷയങ്ങളാണ് ഇപ്പോൾ. ഒന്ന് ബാർ അഴിമതി, അതുപോലെ തന്നെ ഏറ്റവും വലിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള അഫിഡവിറ്റ്. ഈ 2 കാര്യങ്ങൾക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ താങ്കൾ ശ്രമിക്കുകയാണ്. ഞാൻ അതിൽ വീഴുന്നില്ല ഇപ്പൊ തൽക്കാലം. ആരഭിപ്രായം പറഞ്ഞാലും കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ രീതിയിൽ അഭിപ്രായം പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയല്ലേ. ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുന്നു പറയാൻ പറ്റുമോ? ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പാർട്ടി പ്രവർത്തകൻ വന്നിട്ട് ഒരു മീറ്റിങ്ങിൽ ചോദ്യം ചോദിക്കുമ്പോൾ അത് നീ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അഭിപ്രായങ്ങളൊക്കെ പറയും. ആ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. അതല്ലേ ഞങ്ങളുടെ തമ്മിൽ വ്യത്യാസം. ഡോണ്ട് വറി. ഓക്കെ. ജനകീയ പ്രശ്നങ്ങളാണല്ലോ ഉയർത്തുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ വിലക്കയറ്റമല്ലേ? ഞാൻ പറഞ്ഞത് വിലക്കയറ്റമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ജനങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും മൗലികമായ പ്രശ്നമായ വിലക്കയറ്റമാണ് പറഞ്ഞത്. ഒന്ന് കർഷകർക്ക് കൊടുക്കുന്ന പെൻഷൻ വെട്ടിച്ചുരുക്കിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് രണ്ടും ഏറ്റവും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്.
ഓരോ സ്ഥലത്തും നിങ്ങൾ മനസ്സിലാക്കിയ ഞങ്ങളുടെ പ്രസംഗം, ഞങ്ങൾ 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ. KSRTCയിൽ സൗജന്യ ബസ് യാത്ര, 2 ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും, 3 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന രാജസ്ഥാൻ മോഡൽ ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് നടപ്പിലാക്കും, 4 1000 രൂപ പെൺകുട്ടികൾക്ക് അലവൻസായി കൊടുക്കും, മാസം 5 വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ഈ 5 ഗ്യാരണ്ടികൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഈ ഗ്യാരണ്ടികളുമായി വീടുകളിലേക്ക് പോവാണ്, ഗ്യാരണ്ടി കാർഡുകളുമായിട്ട്. വിഷയം ജനങ്ങളുടെ പ്രശ്നം മാത്രമാണ് ഈ ഇലക്ഷനിൽ. അതോടൊപ്പം അഴിമതിയും പറയണ്ടേ, തട്ടിപ്പും പറയണ്ടേ, അതും കൂടെ പറയും. കാരണം ഞങ്ങൾ അഴിമതി മുക്തരാണെന്ന് പറയുന്നവരെ പൊളിച്ചു കാണിക്കുകയും ചെയ്യും, ഒപ്പം ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. ഇതാണ് കാര്യം. താങ്ക് യു.